ഭാര്യയെ മന്ത്രി ഗണേഷ് തല്ലിയോ? മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കെ.എസ്.യു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.ജെ. യദുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗണേഷ് കുമാറിന്റെ കുടുംബവീട്ടിൽ വെച്ച് ഗണേഷിന്റെ ഡ്രൈവർ ഭാര്യയെ മർദ്ദിച്ചെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണങ്ങളായി ഉയർത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും 112ലേക്ക് വിളിച്ച് പോലീസ് എത്തുകയും ചെയ്തിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്നറിയില്ലെന്നും മന്ത്രിയുടെ വീട്ടിലെത്തിയ പോലീസിന് ഗണേഷ് കുമാറിനെതിരായ വീഡിയോ തെളിവുകൾ കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്താണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ യദുകൃഷ്ണൻ ചോദിക്കുന്നു. ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മന്ത്രി തനിക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന വെല്ലുവിളിയും യദുകൃഷ്ണൻ ഉയർത്തുന്നു. ഇതിനോട് മന്ത്രി പ്രതികരിച്ചിട്ടില്ല. യദുകൃഷ്ണന്റെ പോസ്റ്റ് ചുവടെ. എവിടെ നിന്നോ കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഒരു MLA-ക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങളും കേസെടുത്ത പോലീസും ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ലല്ലോ. സംസ്ഥാന മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ ആ അവിഹിതം കൈയോടെ പൊക്കിയത് അറിഞ്ഞില്ലേ? ഭാര്യ സ്വന്തം മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചത് അറിഞ്ഞില്ലേ? ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യയെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയത് നിങ്ങൾ മുക്കിയില്ലേ? കീഴൂട്ട് വീട്ടിലെത്തിയ പോലീസിനെ മന്ത്രി ഭാര്യ അവിഹിതത്തിന്റെ തെളിവുകൾ നൽകിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മന്ത്രി ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാഞ്ഞതെന്തേ? 112ൽ നൽകിയ പരാതിയുടെ അവസ്ഥ എന്തായി എന്ന് ആരെങ്കിലും തിരക്കിയോ? ചുരുക്കത്തിൽ, ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഭാര്യ കൈയോടെ പൊക്കിയിട്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഭാര്യയെ കയ്യേറ്റം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു നടപടിയുമില്ലേ? ഇതെന്ത് നീതി? ഞാൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസെടുപ്പിക്കട്ടെ. വെല്ലുവിളിയായി കരുതിയാലും ബുദ്ധിമുട്ടില്ല. എം.ജെ. യദുകൃഷ്ണൻ, കെ.എസ്.യു. സംസ്ഥാന വൈസ് പ്രസിഡന്റ്. യെസ് വ്യൂവേഴ്സ്, ഇതാണ് ആ വിവാദ പോസ്റ്റ്. ഗുരുതരമായ ആരോപണമാണ് യദു ഉന്നയിക്കുന്നത്. പക്ഷേ മന്ത്രി പ്രതികരിച്ചതുമില്ല. മന്ത്രിയുടെ ഭാര്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് നിർണായകം.